വെൽക്കം, റഹ്മാനാണ്. മോളിക്കുലാർ ബയോളജിയിൽ ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസിനെ പറ്റിയാണ് പറയുന്നത്. സോ പ്രോകാരിയോട്സ് ആൻഡ് ഓൾസോ ഇൻ യൂകാരിയോട്സ് രണ്ടിലും നടക്കുന്ന പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ്. സോ ഡി എൻ എയിൽ നിന്ന് സെൻട്രൽ ഡോഗ്മയാണ് ഞാൻ പറയുന്നത്. ഇത് ഡി എൻ എ ആണെങ്കിൽ ഡി എൻ എയിൽ നിന്ന് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ വഴി നമ്മൾ എന്തുണ്ടാക്കി? മെസ്സഞ്ചർ ആർ എൻ എ ഉണ്ടാക്കി. സപ്പോസ് ദിസ് ദ mRNA ആണെങ്കിൽ ആൻഡ് ഇത് നമ്മൾ റൈബോസോം വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ സപ്പോസ് ദിസ് ദ പ്രോട്ടീൻ ഓർ പോളിപെപ്റ്റൈഡ് നമുക്ക് കിട്ടി. ആക്ച്വലി ഇത് റെഡി ടു യൂസ് ഓർ ഫുള്ളി ഫങ്ഷണൽ അല്ല എന്നുള്ളതാണ്. കുറച്ച് ഫിനിഷിംഗ് ടച്ചസ് കൂടി വേണം. ഇങ്ങനെയൊക്കെ നാക്കി എടുക്കണം ഈ പ്രോട്ടീൻ. സോ ഈ ഫിനിഷിംഗ് ടച്ചസിനാണ് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ PTM മോഡിഫിക്കേഷൻസ് എന്ന് പറയാം. സോ PTMs ആർ റിവേഴ്സിബിൾ ആകാം. ഇറ്റ് ക്യാൻ ബി റിവേഴ്സിബിൾ ഓർ ക്യാൻ ബി ഇറിവേഴ്സിബിൾ ഓർ റിവേഴ്സിബിൾ. കെമിക്കൽ ചേഞ്ചസ് ആണ്. കെമിക്കൽ ആൻഡ് ഓർ എൻസൈമാറ്റിക് എൻസൈംസ് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക. എൻസൈമാറ്റിക് ചേഞ്ചസ് ആരിലാണ്? ടു പ്രോട്ടീൻ, ഉണ്ടാക്കിയ പ്രോട്ടീനിലാണ്. ആഫ്റ്റർ സിന്തസിസ് എഴുതി നിർത്താം. ഓർ ട്രാൻസ്ലേഷൻ ഓഫ് പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ ചെയ്തതിന് ശേഷം നടത്തുന്ന റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ കെമിക്കൽ എൻസൈമാറ്റിക് ചേഞ്ചസിനെയാണ് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയാം. സോ എന്തിനാണ് ചെയ്യുന്നത്? ഇതിന്റെ ഫംഗ്ഷൻസ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, നമുക്ക് ആകെയുള്ള ജീൻ എത്രയാണ്? ഒരു 20,000 to 25,000 ജീൻസ് ആണ് മനുഷ്യനിൽ ഉള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എത്ര mRNA ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 80,000 to 1,00,000 വരെ കൂട്ടാം. 1,00,000 വരെ mRNA ആണ് ഉണ്ടാക്കിയെടുക്കുക. അതെങ്ങനെയായിരിക്കും? അത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് ഓഫ് mRNA വഴി നമ്മൾ ഇച്ചിരി ഡൈവേഴ്സിറ്റി ഉണ്ടാക്കി. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് 1,000,000 or 10 lakhs വരെ 10 ഇരട്ടി പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ പ്രോട്ടീൻ ഡൈവേഴ്സിറ്റി ഇൻക്രീസസ്. സോ പ്രോട്ടീൻ ഡൈവേഴ്സിറ്റി എന്ന് എഴുതാം. ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഹെട്രോജീനസ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഗുണകരമാണ്. സോ പ്രോട്ടിയോം ഡൈവേഴ്സിറ്റി, പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടിയോം ഡൈവേഴ്സിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഒരു ഗുണം. രണ്ടാമത്തത്, ഉണ്ടായ പ്രോട്ടീൻ സ്റ്റേബിൾ ആവണമെന്നില്ല. സോ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും. സോ പ്രോട്ടീൻ സ്റ്റെബിലൈസേഷന് നമുക്ക് ഇത് ഗുണകരമാണ്. മൂന്നാമത്തത്, ഈ പ്രോട്ടീൻ സെല്ലിന്റെ ഏതെങ്കിലും അല്ലെങ്കിൽ പ്രത്യേക ഭാഗത്ത് എവിടെയെങ്കിലും ലോക്കലൈസ്ഡ് ആയി അവിടേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതും ഇത് മൂലമാണ്. സോ പ്രോട്ടീൻ ടാർഗറ്റിങ്ങിന് ഇത് സഹായിക്കുന്നുണ്ട്. നാലാമത്തെ ഫംഗ്ഷൻ, ഉണ്ടായ പ്രോട്ടീൻ സെല്ലിലെ മറ്റ് ബയോമോളിക്യൂൾസ് ആയിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാം. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിപ്പിഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കാൽഷ്യം ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ മറ്റ് പ്രോട്ടീനായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ഷൻ സുഗമമാക്കാനായിട്ട് പറ്റും. സോ പ്രോട്ടീൻ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലാർ കാസ്കേഡ് ആംപ്ലിഫിക്കേഷന് ഇത് സഹായകരമാണ് എന്നുള്ളതാണ്. ആൻഡ് അഞ്ചാമത്തെ നമുക്ക് എഴുതാവുന്നുണ്ടായ പ്രോട്ടീൻ ആക്റ്റീവ് ആക്കാൻ പറ്റും. സോ പ്രോട്ടീൻ ഉണ്ടായി അതിനെ നമുക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റും. ആക്റ്റീവായ പ്രോട്ടീനെ തൽക്കാലത്തേക്ക് നമുക്ക് ഇനാക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. ഓർ ഈവൻ ഇപ്പോൾ ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ A ചെയ്തുകൊണ്ടിരിക്കുന്ന തൽക്കാലം നമുക്ക് ഫംഗ്ഷൻ B ആക്കി മാറ്റാനും തൽക്കാലം പറ്റും. സോ ഇതിനെ നമുക്കപ്പോൾ റെഗുലേഷൻ എന്ന് വിളിക്കാം. റെഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ആക്ടിവിറ്റി എന്ന് എഴുതാം. അല്ലെങ്കിൽ ബയോകെമിക്കൽ ആക്ടിവിറ്റി റെഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ഇത് സഹായിക്കും. ആറാമത്തത്, ഇനി നമുക്ക് പ്രോട്ടീൻ ഉണ്ടായതിന് ഇനി ഇങ്ങനെ ഒരു പ്രോട്ടീൻ ഉണ്ടായി അപ്പോൾ തന്നെ ഇത് നടക്കണമെന്നൊന്നുമില്ല. അതിന്റെ ലൈഫ് പീരീഡിൽ എപ്പോൾ വേണമെങ്കിലും നടന്നാൽ മതി. ഇൻ പ്രോട്ടീൻ ലൈഫ് പീരീഡിൽ എപ്പോൾ വേണമെങ്കിലും നടക്കുന്ന ചേഞ്ചസിനെ നമുക്ക് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയാം. സോ പ്രോട്ടീൻ നശിപ്പിക്കാൻ ഡീഗ്രഡേഷൻ ഓഫ് പ്രോട്ടീൻ പറ്റും, ഇനാക്ടിവേഷൻ ഓഫ് പ്രോട്ടീൻ പറ്റും. അതിനൊക്കെ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് വഴി. അപ്പോൾ ഇതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ സെൽ ബൈൻഡിങ് സ്റ്റഡീസ് അല്ലെങ്കിൽ സെല്ലിനകത്തുള്ള പ്രോട്ടീൻ ബൈൻഡിങ് സ്റ്റഡീസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സെല്ലിനകത്തുള്ള പ്രോട്ടീൻ ബൈൻഡിങ് സ്റ്റഡീസ് എന്ന് എഴുതാം. ദെൻ സ്റ്റഡി ഓഫ് ഡിസീസസ് ഒരുപാട് ഡിസീസസ് ആൻഡ് ദ ട്രീറ്റ്മെന്റിന് ഇത് പറ്റും. ആൻഡ് ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് അല്ലെ, അതിനും ഒക്കെ നമുക്ക് പ്രയോജനകരമാണ്. സോ ഈ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വളരെ സ്പെസിഫിക് ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഓരോന്നിനും ഓരോ പ്രത്യേക എൻസൈംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളവർക്ക്. അപ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ഈ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിവിധ ഹെഡിങ്ങിൽ പറയാം. 2, 3, 4 ഒക്കെ ഹെഡിങ് ആക്കാം. നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ 2 ഹെഡിങ്ങിലാണ് പറയാം. ഒന്ന്, ഈ ഉണ്ടായ പ്രോട്ടീൻ, ഇതാണ് പ്രോട്ടീൻ എങ്കിൽ ഇതിനെ ഇങ്ങനെ കണ്ടിക്കുക എന്നുള്ളതാണ്. പ്രോട്ടിയോലൈസിസ് എന്ന് പറയാം. പ്രോട്ടിയോലൈസിസ് ചെയ്യാം. വിവിധ പീസ് ഓഫ്, ഇതൊരു പോളിപെപ്റ്റൈഡ് ഇങ്ങനെ മാറ്റാം. അപ്പോൾ സ്പ്ലൈസിങ് ചെയ്യാം. ക്ലീവേജ് ഓർ ട്രിമ്മിങ്. സോ ട്രിമ്മിങ് എന്ന വാക്കാണ് പലപ്പോഴും ഉപയോഗിക്കുക. ക്ലീവേജ് എന്ന വാക്കും ഉപയോഗിക്കാം. പ്രോട്ടീൻ ക്ലീവേജ്, ട്രിമ്മിങ് ഓർ പ്രോട്ടിയോലൈസിസ്. സോ ഇതാണ് ഒരു സുപ്രധാന മെക്കാനിസംസ്.
രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെക്കാനിസംസ് എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ഓഫ് അതർ സബ്സ്റ്റൻസസ്. മറ്റ് സംഭവങ്ങൾ ഈ പ്രോട്ടീനിലേക്ക് ഉദാഹരണം പിടിപ്പിക്കുക, എവിടെയെങ്കിലൊക്കെ മറ്റ് സബ്സ്റ്റൻസസ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഇതിനെ അറ്റാച്ച്മെന്റ് എന്ന് വിളിക്കാം, അറ്റാച്ച്മെന്റ് ആകാം. സോ അതിന് നമ്മൾ കോവാലന്റ് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ മോഡിഫിക്കേഷൻസ് എന്ന് വിളിക്കാം. സോ കോവാലന്റ് ഓർ കെമിക്കൽ മോഡിഫിക്കേഷൻസ് ആണ് രണ്ടാം. അറ്റാച്ച്മെന്റ് മാത്രമല്ല, പിടിച്ചിരുന്നാണെങ്കിൽ അതിനെ ഇളക്കി മാറ്റുകയും ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മെക്കാനിസംസ്. ഒന്ന് പ്രോട്ടിയോലൈസിസ് ആണ്, രണ്ട് കോവാലന്റ് മോഡിഫിക്കേഷൻസ്. സോ ഒന്ന് വെട്ടിക്കളയലാണ്, രണ്ടാമത്തത് ഭാഗങ്ങൾ വെച്ച് പിടിപ്പിക്കലാണ്. സോ ഇതല്ലാതെയും ചില മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. ഒരെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഒരു പ്രോട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ റൈബോസോമിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് വെറുതെ ഇങ്ങനെ സ്ട്രെയിറ്റ് പ്രോട്ടീൻ ആയിരിക്കാം. ഇറ്റ് ഹാസ് ടു ബി ഇങ്ങനെ അതിന്റെ കൃത്യമായിട്ടുള്ള ടെർഷ്യറി സ്ട്രക്ചർ ഒക്കെ ആണോ അല്ലെ. സോ ഫോൾഡിങ്ങിന് വിധേയമാകുന്നുണ്ട്. സോ അപ്പോൾ അതിന് നമുക്ക് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ HSB 70, 90 അങ്ങനെയൊക്കെയുള്ള സഹായിക്കുന്നുണ്ട്. ദെൻ PDI പോലുള്ള പ്രോട്ടീൻ ഡൈസൾഫൈഡ് ഐസോമറൈസസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെ ചേപ്പറോൺസ് എന്ന് വിളിക്കാം. ചേപ്പറോൺസ്, ലെക്റ്റിൻ ഒരു ചേപ്പറോൺ ആണ്, കാൽനെക്സിൻ ഒരു ചേപ്പറോൺ ആണ്, കാൽറെറ്റിക്കുലിൻ എന്ന് പറയുന്ന. സോ ഇതെല്ലാം ERലുള്ള ചേപ്പറോൺസുകളാണ്. സോ ഇവയൊക്കെ സഹായിക്കുന്നുണ്ട് ട്രാൻസ്ലേഷന്. മിക്കവാറും ഇതൊക്കെ ട്രാൻസ്ലേഷനൊപ്പം തന്നെ നടക്കുകയായിരിക്കും മിക്കവാറും. ആൻഡ് ഇവിടെ വരുന്ന പ്രോട്ടീനിൽ അത് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് ഒരു അതിന്റെ പ്രോട്ടീൻ്റെ N ടെർമിനൽ ആണെങ്കിൽ ഇവിടെ ഒരു N ടെർമിനൽ സിഗ്നൽ എന്ന് പറയുന്ന സംഭവമുണ്ട്, സിഗ്നൽ സീക്വൻസസ് ഉണ്ട്. സോ ഇതിൽ സംഭവങ്ങൾ വന്ന് ഒട്ടിച്ചേരും. എന്താണ് ഒട്ടിച്ചേരുക? സിഗ്നൽ റെക്കഗ്നിഷൻസ് പ്രോട്ടീൻസ് വന്ന് ഒട്ടിച്ചേർന്നിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട മോഡിഫിക്കേഷൻ ഉള്ളത് പ്രോട്ടീൻ ഡൈസൾഫൈഡ് റീഅറേഞ്ച്മെന്റ് ആണ്. പ്രോട്ടീൻ ഡൈസൾഫൈഡ് റീഅറേഞ്ച്മെന്റ് എന്നാണ്. സോ ഇറ്റ്സ് ഓൺലി റീഅറേഞ്ച്മെന്റ്, കൂട്ടിപ്പിടിപ്പിക്കുന്നില്ല, പ്രോട്ടിയോലൈസിസും അല്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് പറയുന്നത്. ഉദാഹരണത്തിന് ഇമ്മ്യൂണോഗ്ലോബുലിൻസിനകത്ത് 2 സിസ്റ്റീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്, സിസ്റ്റീൻ ഇവിടെ വരുന്നുണ്ട്. സിസ്റ്റീൻ ഉണ്ടെങ്കിൽ ഒരു ഡൈസൾഫൈഡ് ബോണ്ട് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാകും. സോ ഇമ്മ്യൂണോഗ്ലോബിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഒരു ഹെവി ചെയിൻ ഉണ്ട്, ദെൻ ലൈറ്റ്. സോ ഹെവി ചെയിൻ തമ്മിൽ നടക്കാം, അല്ലെങ്കിൽ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും തമ്മിലായിരിക്കാം. സോ ഹെവി ചെയിനിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വരയ്ക്കുക. ഈ ഭാഗം ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കുന്നു. സോ ഇന്റർ സ്ട്രാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഒരു സ്ട്രാൻഡ് പെപ്റ്റൈഡ് സ്ട്രാൻഡുമായിട്ട് ചേർന്നിട്ടൊക്കെ ഉണ്ടാകും. അപ്പൊ ഇത്തരം അറേഞ്ച്മെന്റ്സ് വഴി അപ്പൊ എന്താണ് മൾട്ടി സബ് യൂണിറ്റ് പ്രോട്ടീൻ, ഒരു വലിയൊരു പ്രോട്ടീനായി മൾട്ടി സബ് യൂണിറ്റ് പ്രോട്ടീൻ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ ഇതും നമുക്കൊരു പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാം. വേറെ ഇൻസുലിൻ അല്ലെ, ഇൻസുലിനിലും ഇതേപോലെ പ്രോട്ടീൻ ഡൈസൾഫൈഡ് ഐസോമറൈസസ് എന്ന് പറയുന്ന സഹായത്തോടു കൂടി നമുക്കറിയാം ഡൈസൾഫൈഡ് റീഅറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ഇത് രണ്ടും ഫേമസ് എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം വെട്ടിക്കളയുന്നത് പറയാം. പ്രോട്ടിയോലൈസിസ് ഓർ ക്ലീവേജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് റിമൂവൽ തന്നെയാണ്, മാറ്റലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനീഷ്യേറ്റർ ആരാണ്? പ്രോട്ടീന്റെ തുടക്കത്തിലുള്ളത് മെത്തിയോണിൻ ആണ്. മെത്തിയോണിൻ എന്ന് പറയുന്ന ഏതൊരു പ്രോട്ടീനാലും യൂകാരിയോട്സിൽ അതിന്റെ തുടക്കത്തിൽ മെത്തിയോണിൻ ഉണ്ടാകും. ഫസ്റ്റ് അമിനോ ആസിഡ് മെത്തിയോണിൻ ആണ്. പ്രോകാരിയോട്സിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഫോർമൈൽ മെത്തിയോണിൻ ആണ്. സോ ഇത് മാറ്റണം N ടെർമിനലിൽ നിന്ന്. ഇതാണ് എന്റെ N ടെർമിനൽ. ഇവിടെ ആദ്യത്തത് അമിനോ ആസിഡ്. സോ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം. സോ ഇതൊരു പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ പ്രോകാരിയോട്സിൽ നമുക്കറിയാവുന്നത് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും സൈമിൾട്ടേനിയസ് പ്രോസസ് ആണ്, ഒരേ സമയം നടക്കുകയാണ്. സോ അപ്പോൾ ആദ്യം ഇതിന്റെ ഫോർമൈൽ ഗ്രൂപ്പ് മാറ്റുക, ഡീഫോർമലൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം അവിടെ വന്ന് ഫോർമൈൽ ഗ്രൂപ്പ് മെത്തിയോണിൻ മാറ്റുന്നു. പിന്നീട് മെത്തിയോണിൻ അമിനോ പെപ്റ്റിഡേസ് വന്നിട്ട് മെത്തിയോണിൻ മാറ്റുന്നു. സോ ഇത് മാറ്റലാണ് ആദ്യത്തെ പരിപാടി. യൂകാരിയോട്സിൽ അപ്പോൾ MAP മാത്രം മതി. രണ്ടാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു റിമൂവൽ ഓഫ് സിഗ്നൽ സീക്വൻസ് ആണ്. സിഗ്നൽ സീക്വൻസസ് അത് മാറ്റാനായിട്ടാണ്, പോളിപെപ്റ്റൈഡ് ചെയിനിൽ നിന്ന് മാറ്റണം. സോ അതിന് സിഗ്നൽ റെക്കഗ്നിഷൻ പെപ്റ്റൈഡ്സ് വന്ന് ആ സിഗ്നൽ സീക്വൻസിൽ വന്ന് ഒട്ടിച്ചേർന്ന് സോ എവിടെയാണ് ഈ പ്രോട്ടീൻ ഉണ്ടായത്, അതെങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം സിഗ്നൽ പെപ്റ്റിഡേസസ് എന്ന് പറയുന്ന എൻസൈംസിന്റെ സഹായത്തോടു കൂടി മാറ്റം വരുത്തും. സിഗ്നൽ പെപ്റ്റിഡേസസ് മിക്കവാറും എല്ലാം തന്നെ സെറിൻ പ്രോട്ടിയേസസ് എന്ന് പറയുന്ന സംഭവങ്ങളാണ്. സെറിൻ അമിനോ ആസിഡ് ഉള്ള ഭാഗത്തായിരിക്കും കട്ട് ചെയ്യുക. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് പെർട്ടിക്കുലർ ഓർഗനൽ, ഒരു പ്രോട്ടീനെ ഒരു പ്രത്യേക ഓർഗനലിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കും. സോ ഇങ്ങനെ സിഗ്നൽ പെപ്റ്റൈഡ്സ് ഉള്ള സംഭവങ്ങളെ നമ്മൾ പ്രീ പ്രോട്ടീൻസ് എന്നാണ്. സോ ഇറ്റ് ഈസ് പ്രീ പ്രോട്ടീൻസ്. ആൻഡ് മൂന്നാമത്തത് നമ്മളുടെ യഥാർത്ഥ പ്രോട്ടിയോലിറ്റിക് മെക്കാനിസംസ് വഴിയാണ്. സോ നമ്മുടെ കയ്യിലുള്ള പ്രോട്ടീൻസ് ഇതിനെ യഥാർത്ഥ പ്രോട്ടീൻ ആക്കുകയാണ്. പ്രീ പ്രോട്ടീൻ നമ്മൾ മാറ്റി പ്രോട്ടീൻ ആക്കി, പ്രോട്ടീനെ നമ്മൾ വീണ്ടും യഥാർത്ഥ പ്രോട്ടീൻ ആക്കി മാറ്റலாம். സോ ആക്ടിവേഷൻ എന്ന് വിളിക്കാം, ആക്ടിവേഷൻ ഓഫ് പ്രോട്ടീൻസ്.
ഹ്യൂമൻസ്. ബെസ്റ്റ് എക്സാമ്പിൾ പെപ്സിനോജൻ ആണ്. പെപ്സിനോജൻ നമുക്കറിയാം ഇനാക്റ്റീവ് ആണ്, നോജൻസ് ഒക്കെ ഇനാക്റ്റീവ് ആണ്. ഇത് സ്റ്റൊമക്കിൽ വെച്ചിട്ട് ആക്റ്റീവ് പെപ്സിനായിട്ട് മാറ്റുക. സോ ഇനാക്റ്റീവ് ഭാഗം മാറ്റുകയാണ്. നമുക്ക് ആസിഡിന്റെ ഹെൽപ്പ് വേണം എന്ന് നമുക്ക്. ദെൻ ട്രിപ്സിനോജൻ ഉണ്ടാക്കുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ട്രിപ്സിനോജന് സ്വയം ഇത് വെട്ടിമാറ്റാൻ പറ്റും, ആക്ടിവേറ്റഡ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിയോഡനത്തിലുള്ള ചില എൻസൈംസ് ആയിരിക്കും ഇത് ചെയ്യുക. ദെൻ പാൻക്രിയാസിൽ നിന്നുള്ള മറ്റ് എൻസൈംസിനെ എല്ലാം ട്രിപ്സിനാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ട്രിപ്സിന്റെ ആയിരിക്കും പരിപാടി. ട്രിപ്സിൻ ആരൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. കൈമോട്രിപ്സിനോജനെ വെറും കൈമോട്രിപ്സിൻ ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. പ്രോ ഇലാസ്റ്റേസിനെ ഇലാസ്റ്റേസ് ആക്കി മാറ്റുന്നുണ്ട്. പ്രോ കാർബോക്സിപെപ്റ്റിഡേസിനെ കാർബോക്സിപെപ്റ്റിഡേസ് ആക്കുന്നുണ്ട്. പ്രോ അമിനോപെപ്റ്റിഡേസിനെ കറസ്പോണ്ടിങ് അമിനോപെപ്റ്റിഡേസസ് ഓർ ആക്റ്റീവ് ഫോം ആക്കി മാറ്റുന്നു. സോ ഇതെല്ലാം ഇനാക്റ്റീവ് ഫോം വെട്ടിമാറ്റില്ല. ഇനി അതേപോലെ ഫേമസ് എക്സാമ്പിൾ ആണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഉദാഹരണത്തിന് ഫൈബ്രിനോജൻ, അത് നോജനാണ്. ഫൈബ്രിനോജൻ നമുക്ക് ഫൈബ്രിൻ ആക്കി മാറ്റും. ദെൻ പ്രോത്രോംബിൻ, അതിനെ നമ്മൾ ത്രോംബിൻ ആക്കി മാറ്റണം. സോ ഇത്രയെല്ലാം പുതിയ ആക്ടിവേഷൻ മെത്തേഡ് ആണ്. ദെൻ ഇൻസുലിൻ പ്രോ ഇൻസുലിൻ ആണ്, ദെൻ പ്രോ ഇൻസുലിൻ ആണ്, ദെൻ ടു ഇൻസുലിൻ. ഇതാണ് ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് POMC ആണ്. POMC മീൻസ് പ്രോ ഒപ്പിയോ മെലാനോകോട്ടിൻ ആണ്. പ്രോ ഒപ്പിയോ മെലാനോകോട്ടിൻ ഒരു വലിയൊരു പ്രോട്ടീൻ ആണ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ സ്പ്ലൈസിങ് എന്ന് വേണമെങ്കിൽ വിളിക്കും. പ്രോട്ടീൻ അങ്ങോട്ട് കണ്ടിക്കുകയാണ്. കണ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ഈ ഭാഗം ACTH നമുക്ക് കിട്ടും. ദെൻ ഒരു ഭാഗം ആൽഫ MSH നമുക്ക് കിട്ടും. ഒരു ഭാഗം ബീറ്റ MSH ആണ്. മറ്റേത് എൻകെഫലിൻസോ എൻഡോർഫിൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഒപ്പിയോയിഡ് പെപ്റ്റൈഡ്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. സോ ദെൻ പ്രോട്ടീൻ സ്പ്ലൈസിങ്, റിമൂവൽ ഓഫ് സർട്ടൺ അമിനോ ആസിഡ്സ്. ഒരു പ്രത്യേക അമിനോ ആസിഡിനെ മാത്രം മാറ്റുന്നതിലും നടക്കുന്നുണ്ട്. മനുഷ്യരിലധികം ഇല്ല, ഈസ്റ്റിനകത്തൊക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ട്, നോട്ട് ഇൻ ഹ്യൂമൻസ്. അതിന് നമ്മൾ പ്രോട്ടീൻ സ്പ്ലൈസിങ് എന്നാണ് പറയുക. അപ്പോൾ രണ്ടാമത്തത് അഡീഷൻ ആണ്. അഡീഷൻ ഓഫ് അതർ ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ നമ്മളവയെ കോവാലന്റ് മോഡിഫിക്കേഷൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ക്യാൻ ബി റിവേഴ്സിബിൾ ഓർ ഇറ്റ് ക്യാൻ ബി ഇറിവേഴ്സിബിൾ, രണ്ടും ഉണ്ടാകും. പ്രോട്ടീനിൽ ആഡ് ചെയ്യുന്നത് മിക്കവാറും ഫോസ്ഫേറ്റോ അല്ലെങ്കിൽ സം കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ മറ്റ് പ്രോട്ടീൻ, ഫാറ്റ് ഓർ അതർ കമ്പോണൻസ് ഒക്കെയാണ് ആഡ് ചെയ്യുക. ഏറ്റവും ഫേമസ് വൺ മെക്കാനിസം എന്ന് പറയുന്നത് ഫോസ്ഫോറിലേഷൻ ആണ്. ഡീഫോസ്ഫോറൈലേഷൻ. സോ ഇത് രണ്ടും നടത്താം, ഫോസ്ഫോറൈലേഷൻ ആൻഡ് ഡീഫോസ്ഫോറിലേഷൻ. സോ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യലാണല്ലേ, ഒരു ഫോസ്ഫേറ്റ് അങ്ങോട്ട് ആഡ് ചെയ്യുക. പി നമ്മളിങ്ങനെ ആഡ് ചെയ്യലാണ്. ആൻഡ് ഇതാകുമ്പോൾ ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്ന ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, അത് പിടിച്ച് പുറത്തേക്ക് കളയലാണ്, റിമൂവലാണ്. സോ അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ് ആണ്. സിഗ്നലിംഗ് പാത്വേസിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസം ആണ്. സോ ഇതുമൂലം സെല്ലിലെ പ്രോട്ടീൻ ആക്ടിവിറ്റി റെഗുലേറ്റഡ് ആകും എന്നുള്ളത്. സോ ഫോസ്ഫേറ്റ് എവിടേക്കാണ് ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സെറിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ ആഡ് ചെയ്യാം. ദെൻ ത്രിയോണിനിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ ടൈറോസിൻ. സോ ഇതിലൊക്കെയാണ് സാധാരണ രീതിയിൽ ഫോസ്ഫേറ്റ് നമ്മൾ വെച്ച് കൊടുക്കുക. ഏറ്റവും ഫേമസ് എക്സാമ്പിൾ ഈസ് ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. അതിനകത്തേക്ക് പ്രോട്ടീൻ കൈനേസസ് വഴി. സോ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നത് എപ്പോഴും കൈനേസസ് വഴിയാണ്. കൈനേസസ് വഴി നമ്മളിവിടെ ഒരു ഫോസ്ഫേറ്റ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ, സോ ATP വേണമല്ലോ, ATP കൊടുക്കുമ്പോഴാണ് ഒരു ഫോസ്ഫേറ്റ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇത് ഇനാക്റ്റീവ് ആവുകയാണ് ചെയ്യുക. സോ ദിസ് വിൽ ബിക്കം ഇനാക്റ്റീവ്. ഇപ്പോൾ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ അത് ചെയ്യുന്നത് ഇതാണ്. ഗ്ലൈക്കോജൻ സിന്തേസിനെ ഒരു ഫോസ്ഫേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ ഇത് ഇനാക്റ്റീവ് ആവും. സോ ഗ്ലൈക്കോജൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇൻസുലിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫോസ്ഫേറ്റിനെ പിടിച്ചങ്ങ് മാറ്റലാണ് വഴി. സോ ഡീഫോസ്ഫോറിലേഷൻ ആണ് നടത്തുക. സോ അപ്പോൾ അതിന് നമുക്ക് പ്രോട്ടീൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം, ഫോസ്ഫേറ്റ് മാറ്റുന്നതിന് ഫോസ്ഫറ്റേസ് ആണ്. സോ ഈ എൻസൈം വഴി ഡീഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് മാറ്റിക്കഴിയുമ്പോൾ ഇത് വീണ്ടും ആക്റ്റീവായി. അപ്പോൾ ഗ്ലൂക്കോസിനെയൊക്കെ പിടിച്ചിട്ട് ഇയാൾ ഗ്ലൈക്കോജനാക്കി മാറും. സോ ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ ആണ്. ഗ്ലൈക്കോസിലേഷൻ അല്ലെങ്കിൽ ഗ്ലൈക്കോസൈലേഷൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് വെച്ച് പിടിപ്പിക്കൽ, അല്ലെ എന്തെങ്കിലും ഗ്ലൂക്കോസ് പോലെയുള്ള സംഭവങ്ങൾ ചേർക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഇപ്പോൾ സെല്ലിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട അതിലൊക്കെയാണ് സാധാരണ ഗ്ലൈക്കോസിലേഷൻ നടത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലൈക്കോസിലേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇൻക്രീസസ് ദ സോലിബിലിറ്റി, മോർ സോലിബിൾ ആണ് എന്നുള്ളതാണ്. ഇൻക്രീസ് സോലിബിലിറ്റി ഉണ്ട്. അപ്പോൾ മാത്രമല്ല ഫോൾഡിങ്ങിനൊക്കെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇൻക്രീസസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ദെൻ ഇതിൻ്റെ വേറൊരു പ്രശ്നമുള്ളത് ഇൻക്രീസസ് ദ ആൻറ്റിജെനിസിറ്റി ഓഫ് ദാറ്റ് പ്രോട്ടീൻ വിൽ ബി ഇൻക്രീസ്ഡ് എന്നുള്ളത്. സാധാരണ നമ്മൾ എത്ര പിടിപ്പിക്കുക എന്ന് വെച്ചാൽ 1 ഷുഗർ ആയിരിക്കും പിടിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒലിഗോസാക്രൈഡ്സ് ഒക്കെ ആയിരിക്കും വെച്ച് പിടിപ്പിക്കുക. ഇവിടെ വെച്ചാണ് പിടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ ദ ഗോൾജി കോംപ്ലക്സിൽ നടത്താം, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ചാണ്. ഗോൾജി നമുക്കറിയാം 3 സ്ഥലങ്ങളുണ്ട്. ഗോൾജിക്ക് സിസ് ഉണ്ട്, മീഡിയൽ ഭാഗമുണ്ട്, ട്രാൻസ് ഉണ്ട്. ഗോൾജിയുടെ സിസ് ഭാഗത്ത്, സിസ് ഓഫ് ദ ഗോൾജി അവിടെ വെച്ചിട്ട് അഡീഷൻ അല്ല നമ്മൾ ചെയ്യുക,
ചെയ്യുക, റിമൂവലാണ്. റിമൂവൽ ഇപ്പോൾ ഉദാഹരണത്തിന് മാനോസ് അവിടെ വെച്ച് റിമൂവൽ നടക്കുന്നുണ്ട്. ഗോൾജിയുടെ ട്രാൻസ് ഭാഗത്ത് അഡീഷൻ ഓഫ് ഗാലക്ടോസ് പിടിപ്പിക്കൽ അവിടെ വെച്ചിട്ടാണ്. സയാലിക് ആസിഡ് അവിടെ വെച്ചിട്ട്. രണ്ടിനും ഇടയിലുള്ള മീഡിയൽ ഭാഗത്ത് അഡീഷൻ ഓഫ് ഫ്രൂക്കോസ് അവിടെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ദെൻ എൻ അസറ്റൈൽ ഗ്ലൂട്ടമിനോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ട് പിടിപ്പിക്കുന്നുണ്ട്. സോ എല്ലാം ഗ്ലൈക്കോസിലേഷൻ ആണ് എന്നുള്ളതാണ്. ആൻഡ് മിക്കവാറും ഈ ഗ്ലൈക്കോസിലേഷൻ ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു പ്രോട്ടീൻ ആണെങ്കിൽ ഇവിടെ ഉദാഹരണത്തിന് സെറിൻ ഉണ്ട്. സെറിനിലാണെങ്കിൽ സാധാരണ നടക്കുന്നത് ഓ ഗ്ലൈക്കോസിലേഷൻ മറ്റു ത്രിയോണിനാണെങ്കിലും ഓ ഗ്ലൈക്കോസിലേഷൻ. പക്ഷേ അസ്പരാജിൻ ആണെങ്കിലോ, അസ്പരാജിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിലാണെങ്കിൽ നടക്കുന്നത് എൻ ലിങ്ക്ഡ് ഗ്ലൈക്കോസിലേഷൻ ആണ്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് അമിനോ ആസിഡ്, പ്രോട്ടീൻ്റെ ഏത് അമിനോ ആസിഡിലാണ് എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻറ്റ്. ദെൻ ബ്ലഡിൽ ആർ ബി സിയിൽ നമുക്കറിയാം ഹീമോഗ്ലോബിൻ അല്ലേ, അതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഗ്ലൈക്കോപ്രോട്ടീൻ ഉണ്ട് ഓൺ ദ സർഫസ്, ഉണ്ട് എന്ന് നമുക്കറിയാം. സോ അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് എ ബി ഒ സിസ്റ്റംസ് ഒക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റിജെനിസിറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞത്. ദെൻ ഇതല്ലാതെ ആർ ബി സിയിൽ നമുക്കറിയാം ഹീമോഗ്ലോബിൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിൻ ബ്ലഡിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും HbA1c എന്ന് പറയുന്ന ആ പ്രോട്ടീനകത്ത് ഗ്ലൂക്കോസ് ഇങ്ങനെ നോൺ കോവാലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിവേഴ്സിബിൾ ആയിട്ട് വിത്തൗട്ട് എനി എൻസൈം സ്പോണ്ടേനിയസ് ആയിട്ട് ഒട്ടിച്ചേർന്ന് ഇരിക്കുന്നുണ്ട്. സോ ഗ്ലൂക്കോസ്, സോ ദിസ് ഈസ് നോൺ എൻസൈമാറ്റിക് ഗ്ലൈക്കോസിലേഷൻ ആണ്. സോ ഇത് നമ്മൾ അളന്നു നോക്കുകയാണ്. 3 മാസം കൂടുമ്പോൾ നമുക്ക് അളന്നു നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ ബ്ലഡ് ഷുഗർ ലെവൽ എത്രയാണ് എന്നൊക്കെ നമുക്കറിയാം. ദെൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ വെച്ചാൽ ഇങ്ങനെ ഇമ്മ്യൂണോഗ്ലോബുലിൻ വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ C2 ഭാഗമാണ്. ഇവിടെയാണ് എന്നുള്ള C2 C3യുടെയും ഇടയിൽ നമുക്കറിയാം ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇസ് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. സോ ഇവിടെ ഗ്ലൈക്കോപ്രോട്ടീൻ ഇവിടെയാണ് ഉള്ളത്. സോ അതും സോലിബിലിറ്റിയെ സഹായിക്കുന്നുണ്ട്. സോ ചില ഗ്ലൈക്കോസിലേഷൻ ഈസ് റിവേഴ്സിബിൾ, ചിലത് ഇറിവേഴ്സിബിൾ ആണ്. സോ ട്രാൻസ്പോർട്ടിന് വേണ്ടിയാണ് അധികവും നമ്മൾ ഇത് ഉപയോഗിക്കുക. അപ്പോൾ അടുത്ത മെത്തേഡ് ഈസ് ഹൈഡ്രോക്സിലേഷൻ ആണ്. ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു OH ഗ്രൂപ്പുള്ള സംഭവങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ്. പ്രോട്ടീനിലേക്ക് ഒരു OH ഗ്രൂപ്പ് വെച്ച് പിടിക്കുക. സാധാരണ പ്രോലീൻ ഉള്ള സ്ഥലത്ത് പിടിപ്പിക്കാം, അല്ലെങ്കിൽ ലൈസിൻ റെസിഡ്യൂസിലൊക്കെയാണ് നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വെച്ച് പിടിപ്പിക്കുക. ഏറ്റവും ഫേമസ് എക്സാമ്പിൾ പ്രോകൊളാജൻ ആണ്. പ്രോകൊളാജനിലേക്ക് നമ്മൾ ഒരു OH പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും പ്രോകൊളാജനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് കൊളാജിൻ ആണ് അല്ലെ, എല്ലിലെ പ്രോട്ടീൻ ആണ് കൊളാജിൻ എന്ന് പറയുന്നത്. സോ ഇത് പിടിപ്പിക്കാനായിട്ട് നമുക്കറിയാം വൈറ്റമിൻ സി നമുക്ക് വേണം, ഇല്ലെങ്കിൽ സ്കർവിയൊക്കെ ഉണ്ടാവും നമുക്കറിയാം. സോ ക്രോസ് ലിങ്കിങ്, ഇങ്ങനെ ഉണ്ടായ കൊളാജിനെ ക്രോസ് ലിങ്ക് ചെയ്യാനായിട്ട് ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അത്യാവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് ട്രിപ്പിൾ ഹെലിക്സ് ഫോർമേഷൻ, അതിൻ്റെ കൊളാജിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ പറയാം, ട്രിപ്പിൾ ഹെലിക്സ് കൺഫർമേഷൻ അല്ലെങ്കിൽ ക്രോസ് ലിങ്കിങ് ഓഫ് കൊളാജൻ ഒക്കെ ഉണ്ടാകാനായിട്ട് ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വേണം എന്നുള്ളതാണ്. അപ്പോൾ കൊളാജൻ സ്ട്രോങ് ആവും. മാത്രമല്ല ഹൈഡ്രോക്സിലേഷൻ നടത്തി കഴിയുമ്പോഴത്തേക്കും ഗ്ലൈക്കോസിലേഷൻ പോലുള്ള ഗ്ലൈക്കോസിലേഷൻ ഓഫ് കൊളാജൻ ഒക്കെ സഹായിക്കും. സോ കൊളാജൻ ബോണിലായതുകൊണ്ട് ബോൺ സ്ട്രോങ് ആവാനൊക്കെ ആയിട്ട് നമുക്ക് ഈ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ഓഫ് ദിസ് പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട കാരണം കാർബോക്സിലേഷൻ ആണ്. കാർബോക്സിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം COO ഗ്രൂപ്പ് വെച്ച് പിടിപ്പിக்கலாம். സോ ഫേമസ് എല്ലാം എക്സാമ്പിൾ നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ്ങിലെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയാം അല്ലെ. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനകത്തേക്ക് ഗ്ലൂട്ടമേറ്റ് റെസിഡ്യൂ വെച്ചിട്ട് ഗാമ കാർബോക്സിലേഷൻ എന്നാണ് നമ്മൾ അതിന്. ഗാമ കാർബോക്സിലേഷൻ നടത്താനായിട്ട് ആര് വേണം നമുക്കറിയാം, വൈറ്റമിൻ K വേണം. അതുകൊണ്ടാണ് വൈറ്റമിൻ K ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയും. അപ്പോൾ ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ്? 2ാമത്തത്, 7ാമത്തത്, 9ാമത്തത്, 10ാമത്തത്. സോ ഇതെല്ലാത്തിനും നമുക്ക് എന്ത് വേണം? ഗാമ കാർബോക്സിലേഷൻ ഓഫ് ഗ്ലൂട്ടമേറ്റ് നടത്തണം. അപ്പോഴാണ് ഇത് ആക്ടിവേറ്റഡ് ആകും. അപ്പോൾ ഇത് ആക്ടിവേറ്റഡ് ആകും, രക്തം കട്ട പിടിക്കും. സോ ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ കാൽഷ്യം വന്ന് പിടിക്കുന്നു, ചീലേറ്റ് ചെയ്യുന്നു. സോ ക്ലോട്ടിംഗ് വേഗത്തിൽ നടക്കും. ഇനി ഇതേപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പ്രോട്ടീൻ S ഉണ്ട്, പ്രോട്ടീൻ C. ഇതെല്ലാം ആക്ടിവേഷൻ നടത്താനായിട്ട് കാർബോക്സിലേഷൻ ആണ് വേണ്ടത്. പിന്നെ അഡീഷൻ ഓഫ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് ചില പ്രോട്ടീനുകളിൽ ചില പ്രത്യേക പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഉദാഹരണത്തിന് ബയോട്ടിൻ എന്ന് പറയുന്ന പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ അത് ആഡ് ചെയ്യുന്നതിന് ബയോട്ടിനൈലേഷൻ എന്നാണ് നമ്മൾ പറയാം. അത് ബയോട്ടിൻ ആഡ് ചെയ്യുന്ന എൻസൈം ഏതാണ്? കാർബോക്സിലേസസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് റെസിഡ്യൂസിൽ നമ്മൾ ബയോട്ടിൻ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ മാത്രമേ ഇത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ബയോട്ടിൻ ആക്ട്സ് ആസ് എ കോ എൻസൈം ആണ്. സോ കാർബോക്സിലേസസിന്റെ കോ എൻസൈം ആണ് ബയോട്ടിൻ എന്ന് പറയാൻ കാരണം ബയോട്ടിൻ പിടിപ്പിച്ചാൽ ഇത് ആക്റ്റീവ് ആകൂ എന്നുള്ളതാണ്. സോ എവിടെയെങ്കിലും കാർബോക്സിലേസസ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മിക്കവാറും അവിടെ എല്ലാം ബയോട്ടിൻ ഉണ്ടായിരിക്കും. മറ്റൊരു എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ വെറുതെ ആയി കഴിഞ്ഞ കാര്യമില്ല, അതിനകത്തേക്ക് അയൺ വന്ന് പിടിക്കണം അല്ലെ, അപ്പോഴാണ് അതിന്
അതിനെ ഹീമോഗ്ലോബിൻ ആക്കുക. സോ ഗ്ലോബിൻ പാർട്ടിന്റെ നടുവിൽ ഹീം ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സോ അപ്പോഴാണ് ഇതിന് ഓക്സിജൻ ക്യാരി ചെയ്യാനായിട്ട് പറ്റുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ഈസ് അസറ്റൈലേഷൻ ആണ്. അസറ്റൈലേഷൻ നമ്മൾ പല സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈസ് ഓൺ ദ ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്. ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ DNA വരിഞ്ഞു മുറുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനാണ്. സോ ഇവിടെ ഹിസ്റ്റോൺ അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം വഴി ഹിസ്റ്റോണിന്റെ ഇവിടെ ലൈസീൻ അമിനോ ആസിഡ് ഇരിക്കുന്ന ഭാഗത്ത് അസറ്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഹെറ്ററോക്രോമാറ്റിൻ എന്നുള്ളത് യൂക്രോമാറ്റിൻ ആകും, അല്ലെങ്കിൽ ഇതൊന്ന് അഴിയും അല്ലെ. DNA നമുക്ക് അസസ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻസ് ഒക്കെ ചുറ്റിക്കെട്ടി വെച്ചാൽ നമുക്ക് പറ്റില്ല. യൂക്രോമാറ്റിൻ ആയി കഴിയുമ്പോഴാണ് അൺവൈൻഡ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് എന്താണ് അൺവൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനൊക്കെ അവിടെ പോയി ഒട്ടിപ്പിടിക്കാനും അപ്പോൾ ആക്ടിവേഷൻ നടത്താനും സംഭവങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. സോ ഇതപ്പോൾ നമുക്ക് ക്രോമാറ്റിൻ റീമോഡലിംഗ് എന്ന് നമുക്ക് പറയാം. മറിച്ച് ഹിസ്റ്റോൺ ഡീക്സിലേസ് HDAC എന്നാണ് വിളിക്കുക. HDAC വഴിയാണെങ്കിലോ അപ്പോൾ ഇത് അസറ്റൈൽ ഗ്രൂപ്പ്, ഈ പിടിപ്പിച്ച അസറ്റൈൽ ഗ്രൂപ്പ് മാറ്റുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല, അൺവൈൻഡഡ് ആകും. സോ ഇറ്റ് വിൽ ബിക്കം ഹെറ്ററോക്രോമാറ്റിൻ ആകും. സോ ദിസ് ഇസ് എ റിവേഴ്സിബിൾ പ്രോസസ് ആണ്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ DNA-നകത്തൊക്കെ നമുക്ക് പ്രോട്ടീനൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകണമെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പ്രോട്ടീനിൽ പിടിപ്പിക്കാവുന്നത് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് പിടിപ്പിക്കുന്നതിനെ നമുക്ക് ലിപ്പിഡേഷൻ എന്ന് നമുക്ക് വിളിക്കാം. സോ നമ്മൾ വിവിധ ഫാറ്റി ആസിഡ്സിന്റെ ഗ്രൂപ്പുകളാണ് വെച്ച് പിടിപ്പിക്കുക. ഉദാഹരണത്തിന് പാൽമിറ്റോയിൽ ഗ്രൂപ്പ് നമുക്ക് പിടിപ്പിക്കാം, ഫാർസനായിൽ ഗ്രൂപ്പ് നമുക്ക് പിടിപ്പിക്കാം, മിർസ്റ്റോയിൽ ഗ്രൂപ്പ് നമുക്ക് പിടിപ്പിക്കാം, അല്ലെങ്കിൽ പ്രിനൈൽ ഗ്രൂപ്പ്സ് ഒക്കെ പിടിപ്പിക്കാം. ഇതെവിടെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ സെല്ലാണെങ്കിൽ ഇവിടെ ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീനെ നമുക്ക് സെൽ മെംബ്രെയിനിലേക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിലേതെങ്കിലും ബിക്കോസ് സെൽ മെംബ്രെയിൻ ഇസ് എ ലിപ്പിഡ് ബൈലെയർ ആണ്. സോ അപ്പോൾ ഫാറ്റി സംഭവങ്ങൾ ഇവിടെ പിടിപ്പിച്ചാൽ ഇവിടെ പോയി പിടിച്ചോളും. ഉദാഹരണത്തിന് G പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്ററിലെ G പ്രോട്ടീൻസ് ആൽഫ ബീറ്റ ഗാമ അങ്ങനെയൊക്കെയുള്ള G പ്രോട്ടീൻസ് അല്ലെങ്കിൽ മോണോമറിക് G പ്രോട്ടീൻസ് അതിനെ ഇവിടെ പിടിക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫാർസനൈൽ ഗ്രൂപ്പ് എല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവിടെ പോയി പിടിച്ചോളും. ദെൻ മൈറ്റോകോൺട്രിയയിൽ പിടിക്കണമെങ്കിൽ സെൽ മെംബ്രെയിൻ, ER-ന്റെ മെംബ്രെയിനിൽ പിടിക്കണമെങ്കിൽ, സോ മെംബ്രെയിനിലൊക്കെ പിടിപ്പിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് സംഭവം ഇത് പിടിപ്പിക്കാം. സോ മെംബ്രെയിൻ കൂടുതൽ ഹൈഡ്രോഫോബിക് ആക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് മോഡിഫിക്കേഷൻ നമ്മൾ പറയാം, പ്രോട്ടീനിലേക്ക് പുതിയ മറ്റൊരു പ്രോട്ടീൻ തന്നെ വെച്ച് പിടിപ്പിക്കുക. സോ പ്രോട്ടീൻ ഒന്ന് ഡീഗ്രഡേഷന് വേണ്ടിയിട്ടാണ്, നശിപ്പിക്കാനാണ്, കൊല്ലാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മെക്കാനിസം ഇതാണ്. ആൻഡ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെക്കാനിസമാണ് യുബിക്വിറ്റിനേഷൻ. യുബിക്വിറ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കപ്പെടേണ്ട പ്രോട്ടീൻ. സോ ഇതൊരു സെല്ലിനകത്ത് ഒരു പ്രോട്ടീൻ നശിപ്പിക്കപ്പെടണമെങ്കിൽ അത് പ്രോട്ടീൻ മിസ്ഫോൾഡഡ് ആയിരിക്കാം, ഡിഫക്റ്റീവ് ആയിരിക്കാം, കാലാവധി കഴിഞ്ഞായിരിക്കാം, ഫോൾട്ടി പ്രോട്ടീൻ. സോ ഇതിനകത്തേക്ക് യുബിക്വിറ്റിൻ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ടാഗ് ചെയ്യാന്ന് പറയാം. യുബിക്വിറ്റിൻ ടാഗ്ഡ് ആണെങ്കിൽ യുബിക്വിറ്റിൻ ടാഗ്ഡിനെ അപ്പം തന്നെ പ്രോട്ടിയോസോംസ് അല്ലെങ്കിൽ കോംപ്ലക്സ് അല്ലെങ്കിൽ പ്രോട്ടിയേസ് ഒക്കെ അപ്പം തന്നെ നോട്ട് ചെയ്യും. ദെൻ ഇവനെ നേരെ ഐഡന്റിഫൈ ചെയ്ത് വേഗം കൊണ്ട് നശിപ്പിക്കുകയോ റീസൈക്കിൾ ചെയ്യുകയോ ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ് യുബിക്വിറ്റിനേഷൻ. സോ ഇവിടെ ഇപ്പം പ്രോട്ടീനിലേക്ക് മറ്റൊരു പ്രോട്ടീനാണ് പിടിപ്പിച്ചത്. ആൻഡ് മറ്റൊരു പ്രോസസ് ഈ സുമൈലേഷൻ ആണ്. സുമോയിലേഷൻ എന്നാണ് തോന്നുന്നു. ആൻഡ് ഇതൊരു റയർ പ്രോസസ് ആണ്. ഇവിടെ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ സ്മോൾ യുബിക്വിറ്റിൻ ലൈക്ക് മോഡിഫയർ പ്രോട്ടീൻ ആണ് ഇവിടെ ആഡ് ചെയ്യുക. സോ ഇത് ഡീഗ്രഡേഷന് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇത് സെൻട്രോസോംസ് ആണെങ്കിൽ സെൻട്രോസോം സെൽ ഡിവിഷൻ കഴിഞ്ഞിട്ട് പണിയില്ലാണ്ട് നിൽക്കുന്നു, അപ്പോഴത്തേക്ക് ഇവനെ തിരിച്ച് ഒന്ന് ടാഗ് ചെയ്യുന്നു. സുമോ പ്രോട്ടീൻസ് ലൈക്ക് വെച്ചിട്ട് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ തിരിച്ച് ന്യൂക്ലിയസിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇത് പ്രോട്ടീൻ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇത് റയർ പ്രോസസ്സൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് PTM പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ പറഞ്ഞാൽ ഏതെങ്കിലും സംഭവങ്ങൾ ആബ്സെന്റ് ആണെങ്കിലോ ഡെഫിഷ്യൻ്റ് ആണെങ്കിലോ എക്സസ് ഒക്കെ ആണെങ്കിൽ ദിസ് ക്യാൻ ട്രിഗർ ഓട്ടോ ഇമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്യാം എന്നുള്ളതാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE, പ്രൈമറി ബീലറി സിറോസിസ്, വിവിധ അസുഖങ്ങളിൽ. സോ ഡിസീസ് ട്രീറ്റ്മെന്റിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് പഠിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.